viewers, welcome to Future Powered by Gokulam. ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ടുവേർഡ്സ് എ 100-fold yield വിളയിക്കാം 100 മേനി എന്ന് പറയുന്ന ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ആരും ഇത് സ്കിപ്പ് ചെയ്ത് പോവരുത്, പഠിക്കാതെ പോവരുത്. അപ്പൊ നമുക്കതിൽ പഠിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് അഥവാ കീട നിയന്ത്രണം. നമുക്കതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഒരു 5-6 ടെക്നിക്സ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാണ് ബയോളജിക്കൽ കൺട്രോൾ, അതായത് ജൈവ നിയന്ത്രണം, ആൻഡ് മെക്കാനിക്കൽ കൺട്രോൾ, യാന്ത്രിക നിയന്ത്രണം, ആൻഡ് പെസ്റ്റിസൈഡ്സ്. പല ടൈപ്പ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ പഠിക്കാനുണ്ട്, രാസ കീടനാശിനികൾ, ആൻഡ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് പഠിക്കാനുണ്ട്, ജൈവ കീടനാശിനികൾ. അതിൽ തന്നെ ജൈവ കീടനാശിനികളിൽ തന്നെ പഠിക്കാനുള്ള ഒന്നാണ് നമ്മുടെ ടൊബാക്കോ ഡിക്കോഷൻ, അതായത് പുകയില കഷായം. അപ്പൊ നമുക്ക് അതിൽ ഓരോന്നും എന്താണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ആദ്യത്തേതാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ് ഈ ബയോളജിക്കൽ കൺട്രോൾ? ദ ലേഡി ബഗ് ഈസ് ആൻ ഇൻസെക്ട് വിച്ച് ഈറ്റ് ദ പെസ്റ്റ് ദാറ്റ് ഗ്രോ ഓൺ പ്ലാന്റ്സ്. ലേഡി ബഗ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലേഡി ബഗ്. ഈ ലേഡി ബഗ് എന്താ ചെയ്യുന്നത്? നമ്മുടെ കൃഷി, നമ്മുടെ വിളകളെ നശിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഇൻസെക്ട്സിനൊക്കെ അത് തിന്ന് നശിപ്പിക്കും. അതുപോലെ തന്നെ ഒന്നാണ് ട്രൈക്കോഗ്രാമ. ഇതാണ് നമ്മുടെ ട്രൈക്കോഗ്രാമ എന്ന് പറയുന്നത്. അത് മറ്റൊരു നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻസെക്ട് ആണ്. അതെന്താ ചെയ്യുന്നേ? ഇതുപോലെ നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു കീടങ്ങൾ എന്താക്കും? അവർ തിന്ന് നശിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ തവളയായിക്കോട്ടെ, മാബുയ അതായത് അരണ, ആൻഡ് കാലോട്ട് ബഗ്സ് അതായത് ഓന്ത്, അരണ, തവള, ഇതുപോലെയുള്ളവരൊക്കെ ആരാണ്? നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ ബയോളജിക്കൽ ഓർഗാനിസംസ് ആണ്. അവരെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ കൃഷിയെ നശിപ്പിക്കുന്ന ചെറിയ ചെറിയ ഇൻസെക്ട്സിനെ അവരെന്ത് ചെയ്യും? തിന്ന് നശിപ്പിക്കുക. അപ്പൊ നമുക്ക് അവിടെ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതുപോലെ ദ കൈൻഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഇസ് കോൾഡ് ബയോളജിക്കൽ കൺട്രോൾ. മറ്റ് കുഞ്ഞു കുഞ്ഞു ജീവികളെ ഉപയോഗിച്ച് നമ്മുടെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. വെൻ പെസ്റ്റിസൈഡ്സ് ആർ അപ്ലൈഡ്, ദീസ് ഫ്രണ്ട്ലി ഏജന്റ്സ് ഓൾസോ ഗെറ്റ് ഡിസ്ട്രോയിഡ് എലോങ് വിത്ത് ദ പെസ്റ്റ്. നമ്മൾ പെസ്റ്റിസൈഡ്സ്, ഒരുപാട് കീടനാശിനികൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെസ്റ്റ് എന്ത് ചെയ്യും? നശിച്ചു പോകും അല്ലെ? അപ്പൊ ബയോളജിക്കൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിനോ നമ്മുടെ ഭൂമിക്കോ ഒന്നിനും ഒരു ഉപദ്രവവും ഇല്ലാതെ മറ്റ് ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ജീവികൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ലേഡി ബഗിന്റെ പേരും അതുപോലെ തന്നെ ട്രൈക്കോഗ്രാമ എന്ന പേരുകളും, അതുപോലെ നമ്മുടെ ഫ്രോഗ്, മബുയ, അതുപോലെ തന്നെ കാലറ്റ്, ഈ പേരുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ അതാണ് അടുത്തത്. അതിനെയാണ് പറയുന്നത് ജൈവ നിയന്ത്രണം. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. വട്ടച്ചാഴി അതായത് ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെ എന്ത് ചെയ്യും? തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്ര കീടമാണ് നമ്മുടെ ട്രൈക്കോഗ്രാമ എന്ന് പറയുന്നത്. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കീട നിയന്ത്രണത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതാണ് മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മാനുവലി കൈകൊണ്ട് എടുത്ത് കളയുക അല്ലെ? മെക്കാനിക്കൽ കൺട്രോൾ ഈസ് എ മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ് ബൈ റിമൂവിങ് ദം മാനുവലി ഓർ യൂസിങ് ട്രാപ്പ്. കെണികൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മാനുവലി കൈകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെയുള്ള പെസ്റ്റുകളെ എടുത്ത് കളയുക അല്ലെങ്കിൽ നശിപ്പിക്കുക, ഒഴിവാക്കുന്നതിനാണ് മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്നതാണ് ഫെറമോൺ ട്രാപ്പ് എന്ന് പറയുന്നതാണ്. ഫെറമോൺ ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അത് എല്ലാ മാർക്കറ്റിലും എന്താണ്? അവൈലബിൾ ആണ്. അപ്പൊ മെക്കാനിക്കൽ കൺട്രോൾ എന്താന്നുള്ള കുട്ടികൾക്ക് മനസ്സിലായില്ലേ? അതും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതിൽ വരുന്നതാണ് ഫെറമോൺ ട്രാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റിക്കി ട്രാപ്പും അതുപോലെ തന്നെ ഫെറമോൺ ട്രാപ്പും രണ്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക? മറന്നു പോവാതെ ഓർത്ത് വെക്കുക. എന്താ യാന്ത്രിക നിയന്ത്രണം അപ്പൊ പറഞ്ഞത്? കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി അഥവാ ഫെറമോൺ ട്രാപ്പ്. ഇതെന്താണ്? എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റിക്കി ട്രാപ്പും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്. അതാണ് കെമിക്കൽ പെസ്റ്റിസൈഡും അതുപോലെ തന്നെ ഓർഗാനിക് പെസ്റ്റിസൈഡും. കെമിക്കൽ പെസ്റ്റിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓർഗാനിക് പെസ്റ്റിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കമ്പാരിറ്റീവ്ലി ലെസ് ഹാർംഫുൾ ദാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്. കെമിക്കൽ പെസ്റ്റിസൈഡിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? അത്ര ഹാർംഫുൾ അല്ല, ദോഷകരമല്ല. ടൊബാക്കോ ഡിക്കോഷൻ,
neem oil emulsion, garlic കാന്താരി അതായത് ചില്ലി മിക്സ്ചർ. Some are organic pesticides. Many organic pesticides are available in the market. അത് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? ടൊബാക്കോ ഡിക്കോഷൻ. ടൊബാക്കോ ഡിക്കോഷൻ നിങ്ങൾ മറന്നു പോകരുത്, ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണ്. നീം ഓയിൽ ഇമൽഷൻ ആൻഡ് ഗാർലിക് കാന്താരി. എക്സാമ്പിൾസ് എന്താണ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? നമ്മുടെ ടൊബാക്കോ ഡിക്കോഷൻ, നീം ഓയിൽ ഇമൽഷൻ ആൻഡ് ഗാർലിക് കാന്താരി. ഇത് മൂന്നും എന്താണ്? നമ്മുടെ ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണ്. ഇതിൽ നമുക്ക് എടുത്ത് പഠിക്കാനുള്ളത് ആരെയാണ്? നമ്മുടെ ടൊബാക്കോ ഡിക്കോഷൻ ആണ് അല്ലെ. ടൊബാക്കോ ഡിക്കോഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം എന്താണ്? ചോപ്പ് 100 gram of tobacco and soak it in 1.5 liter of water for a day. ഒരു 100 gram പുകയില നമ്മൾ ചെറിയ കഷ്ണാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സോക്ക് കുതിർത്ത് വെക്കുക ഒരു ദിവസം. സ്ക്വീസ് ഇറ്റ് ആൻഡ് ഫിൽറ്റർ ഇറ്റ്. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? അത് പിഴിയുക, അതിനെ അരിച്ചെടുക്കുക. ഡിസോൾവ് 10 gram of washing soap in it. അതിന് നമ്മൾ അലക്കുന്ന സോപ്പ് ഇല്ലേ, നമ്മുടെ ബാർ സോപ്പ് എന്ത് ചെയ്യുന്നു? ഒരു 10 gram അതിൽ നന്നായിട്ട് ലയിപ്പിക്കുക. ടൊബാക്കോ ഡിക്കോഷൻ ഇസ് റെഡി നൗ. ഇപ്പൊ ടൊബാക്കോ ഡിക്കോഷൻ എന്തായി? റെഡിയായി. ഡൈല്യൂട്ട് ഇറ്റ് ബൈ ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്സ്. എത്രയാണോ ടൊബാക്കോ ഡിക്കോഷൻ ഉള്ളത് അതിന്റെ ഇരട്ടി വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. 2 ഇരട്ടി വെള്ളം എടുക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ പ്ലാന്റ്സിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ടൊബാക്കോ ഡിക്കോഷൻ റെഡിയാണ്. അതായത് പുകയില കഷായം റെഡിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിർബന്ധമായിട്ടും നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ഓർഗാനിക് ജൈവ കീടനാശിനികളിൽ നമ്മൾ ടൊബാക്കോ ഡിക്കോഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓർഗാനിക് പെസ്റ്റിസൈഡിൽ ഇതിൽ നിന്ന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പൊ ബയോളജിക്കൽ കൺട്രോള്, മെക്കാനിക്കൽ കൺട്രോള്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്, അതുപോലെ തന്നെ ഓർഗാനിക് പെസ്റ്റിസൈഡ് ആൻഡ് ടൊബാക്കോ ഡിക്കോഷൻ. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് സെറ്റ് അല്ലേ? ഇത് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? എക്സാമിന് പോകരുത്. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് എന്തുണ്ടാവും? ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചോദിക്കും. അപ്പം എല്ലാവരും നാളത്തെ ബേസിക് സയൻസിന്റെ എക്സാം അടിപൊളിയായിട്ട് തകർത്ത് എഴുതാം. അപ്പൊ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.